യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ കിടിലൻ താരനിരയുമായാണ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് ഒരുങ്ങുന്നത്. അക്സർ പട്ടേൽ ടീമിന്റെ ഉപനായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതും ശ്രദ്ധേയമാണ്. ജനുവരി 22-നാണ് 5 മത്സര T20 പരമ്പരയ്ക്ക് തുടക്കമാകുന്നത്. ഈ വർഷം ഇന്ത്യ കളിക്കാനൊരുങ്ങുന്ന ആദ്യ T20 പരമ്പരയാണ് ഇംഗ്ലണ്ടിന് എതിരായത്. ദക്ഷിണാഫ്രിക്കയിലായിരുന്നു 2024-ൽ ഇന്ത്യയുടെ അവസാന T20 പരമ്പര. നവംബറിൽ നടന്ന 4 മത്സര പരമ്പരയിൽ ഇന്ത്യ 3-1 വിജയം നേടിയിരുന്നു. എന്നാൽ അന്ന് ടീമിലുണ്ടായിരുന്ന കുറച്ച് കളിക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ടീമിനെയാണ് ഇംഗ്ലണ്ട് പരമ്പരയ്ക്കായി ഇന്ത്യ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ പരമ്പരയിൽ ടീമിലുണ്ടായിരുന്ന 5 താരങ്ങളെയാണ് ഇന്ത്യ ഇപ്പോൾ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പകരം 5 താരങ്ങൾ പുതുതായി ടീമിലേക്ക് എത്തുകയും ചെയ്തു. അത്തരത്തിൽ ഇന്ത്യൻ ടീമിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിരുന്നു ജിതേഷ് ശർമ്മ. സഞ്ജു സാംസൺ മിന്നും ഫോമിലായിരുന്നതിനാൽ പരമ്പരയിൽ മുഴുവനും താരത്തിന് സൈഡ് ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നു. ഈ വർഷത്തെ ആദ്യത്തെ T20 പരമ്പര എത്തിയപ്പോൾ അദ്ദേഹം ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ച ഓൾറൗണ്ടർ രമൺദീപ് സിംഗിനെയും ഇപ്പോൾ ഇന്ത്യ ടീമിൽ നിന്ന് തഴഞ്ഞിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സറിന് പറത്തി ആരാധകരെ അമ്പരപ്പിച്ച താരമാണ് രമൺദീപ്. പേസർമാരാണ് ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മറ്റ് 3 താരങ്ങൾ. വലങ്കയ്യൻ പേസർമാരായ വിജയ്കുമാർ വൈശാഖ്, ആവേശ് ഖാൻ എന്നിവരും ഇടം കയ്യൻ പേസറായ യശ് ദയാലുമാണ് ഇത്. അതേസമയം കഴിഞ്ഞ T20 പരമ്പരയിൽ ടീമിൽ ഇല്ലാതിരുന്ന 5 താരങ്ങൾക്കാണ് ഇംഗ്ലണ്ട് പരമ്പരയിലേക്ക് വിളി വന്നത്. സീനിയർ പേസർ മുഹമ്മദ് ഷമിയാണ് ഇതിലെ പ്രധാനി. പരിക്കിനെ തുടർന്ന് ദീർഘകാലം പുറത്തായിരുന്ന ഷമിയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയാണ് ഇത്. 2023-ലെ ഏകദിന ലോകകപ്പ് ഫൈനലിലാണ് ഷമി അവസാനം ഇന്ത്യൻ ജേഴ്സിയിൽ കളിച്ച മത്സരം. യുവ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും T20 ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന നിതീഷിന് പിന്നാലെ നടന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ നിന്ന് ഇന്ത്യ വിശ്രമം അനുവദിക്കുകയായിരുന്നു. യുവ പേസർ ഹർഷിത് റാണയാണ് ടീമിലേക്ക് വിളി വന്ന മറ്റൊരു താരം. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി കിടിലൻ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് ഹർഷിത്. യുവ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനും സ്ക്വാഡിൽ ഇടം ലഭിച്ചു. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ താരത്തിന് മികച്ച റോൾ ടീമിൽ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. രാജസ്ഥാൻ റോയൽസ് യുവതാരം ധ്രുവ് ജൂറലിനും ടീമിലേക്ക് വിളി വന്നത് സർപ്രൈസായി. എന്നാൽ സഞ്ജു സാംസൺ ടീമിൽ ഉള്ളതിനാൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറാകും ജൂറൽ. എന്നാൽ 5 മത്സരങ്ങൾ പരമ്പരയിൽ ഉള്ളതിനാൽ താരത്തിന്റെ അന്താരാഷ്ട്ര T20 അരങ്ങേറ്റം നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്.